ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് ഒരു സക്സസ് സ്റ്റോറിയെ പറ്റിയിട്ടാണ് കേട്ടോ. ഇതിൻ്റെ വേർഡ്സ് ഒക്കെ എനിക്ക് ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ട് തോന്നി. അതായത് ആ ചേച്ചി എഴുതിയിട്ടുണ്ടായിരുന്നു, എനിക്ക് ഒട്ടും തോറ്റു കൊടുക്കാനായിട്ട് മനസ്സുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എന്നെ മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തിയിട്ടുള്ള പ്രഗ്നൻ്റ് ആകുന്നില്ല, നിനക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ്, നീ പ്രഗ്നൻ്റ് ആവില്ല എന്ന് മുഖത്ത് നോക്കി കുറ്റപ്പെടുത്തിയ ഒരുപാട് പേർക്ക് മുമ്പിൽ വെറും 3 മാസം കൊണ്ട് നമ്മുടെ ചാനലിലെ 8 ടിപ്സ് ഫോളോ ചെയ്തിട്ട് വെറും 3 മാസം കൊണ്ട് കൺസീവ് ആയി എന്നായിരുന്നു ആ ചേച്ചി പറഞ്ഞത് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ട് തോന്നി ആ ഒരു സക്സസ് സ്റ്റോറി. അത്രയധികം ഡിപ്രഷനിലോ സങ്കടത്തിലൂടെ കടന്നു പോയിട്ടുള്ള ആ ചേച്ചിക്ക് ഈ 8 ടിപ്സ് കൊണ്ട് മാറ്റം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും പ്രഗ്നൻ്റ് ആകാനായിട്ട് സാധിക്കും കേട്ടോ. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരുപാട് പേര് ഇതുപോലെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് കൺസീവ് ആയിട്ടുണ്ട്. സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം പോസ്റ്റ് എന്ന് പറഞ്ഞൊരു ഐക്കൺ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ടൈപ്പിലുള്ള പോസ്റ്റ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സക്സസ് സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ചാനലിൽ സംശയം ചോദിക്കുന്ന ആളുകൾക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ഡെയിലി നമ്മുടെ ചാനലിൽ ലൈവ് സെഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ചോദിച്ചിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ്. എന്നാൽ കഴിയുന്ന ഉത്തരം ഞാൻ ഡൗട്ട്സിൽ ലൈവിലെടുത്ത് കൂടെ തന്നെ ക്ലിയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഇവിടെ ആ ചേച്ചി ഫോളോ ചെയ്ത ഏറ്റവും ആദ്യത്തെ ഒരു ടിപ്പ് എന്ന് പറയുന്നത് 10 kg കൂടുതൽ വെയിറ്റ് ഉണ്ടായിരുന്നു അവർക്ക്. അത് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തു എന്നാണ് കേട്ടോ പറഞ്ഞത്. പ്രഗ്നൻസി ട്രൈ ചെയ്യുന്നവരെല്ലാവരും തന്നെ അവരുടെ വെയിറ്റ് കറക്റ്റ് ആയിട്ടുള്ള BMIയുടെ അകത്ത് തന്നെയാണോ, ബോഡി മാസ് ഇൻഡെക്സ് കൃത്യമായിട്ടുള്ളതാണോ എന്ന് നമ്മൾ മോണിറ്റർ ചെയ്യണം. ഒരുപാട് വെയിറ്റ് കൂടി പോയി കഴിഞ്ഞാൽ അത് പ്രഗ്നൻസിയെ സാരമായിട്ട് തന്നെ അഫക്റ്റ് ചെയ്യും. നമ്മളിൽ ഇറഗുലർ മെൻസ്ട്രൽ സൈക്കിൾ ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ സക്സസ് റേറ്റ് കുറയ്ക്കുന്നതിനും ഈ വെയിറ്റ് കൂടുതലായിട്ടുള്ളത് കാരണമാകുന്നു. ഒപ്പം നമുക്ക് മിസ്കാരേജിൻ്റെ റിസ്ക് നന്നായിട്ട് കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഈ ഓവർ വെയിറ്റ് കാരണമാകുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ മറ്റുള്ള ഹെൽത്ത് ഇഷ്യൂസ് ആയിട്ടുള്ള BP വാരിയേഷൻസ് ഒക്കെ ഉണ്ടാകുന്നതിനും ഈ ഓവറായിട്ട് വണ്ണം കൂടുന്നത് കാരണമാകുന്നുണ്ട്. ഒപ്പം നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി റിഡ്യൂസ് ചെയ്യുന്നതിനും ഈ ഒരു വെയിറ്റ് കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളുടെ വെയിറ്റ് എത്രത്തോളമാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ വെയിറ്റ് കറക്റ്റ് ലിമിറ്റിനകത്ത് തന്നെയാണോ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വെയിറ്റ് എവിടെയെങ്കിലും പോയി മോണിറ്റർ ചെയ്തതിന് ശേഷം ഗൂഗിളിൽ പോയിട്ട് ഐഡിയൽ വെയിറ്റ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഏറ്റവും ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു വെയിറ്റും അതുപോലെ നിങ്ങളുടെ ഉയരവും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എങ്ങനെയാണ് നിങ്ങളുടെ വെയിറ്റ് കറക്റ്റ് ആണോ, ഓവർ വെയിറ്റ് ആണോ, അണ്ടർ വെയിറ്റ് ആണോ എന്ന് അറിയാനായിട്ട് സാധിക്കും. ഓവർ വെയിറ്റ് ആണെങ്കിൽ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെയിറ്റ് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ഹെൽത്ത് ഇഷ്യൂസും നമുക്ക് നോർമൽ ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ PCOD കൺട്രോൾഡ് ആകും, പീരിയഡ്സ് റെഗുലർ ആകും, ഓവുലേഷൻ കൃത്യമായിട്ട് വരും. ഇനി PCOD അങ്ങനെയുള്ള ഒന്നുമില്ലെങ്കിൽ ഫാറ്റ് ഇഷ്യൂസ് നന്നായിട്ട് ബേൺ ചെയ്ത് കളയുന്നത് നമ്മളുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഹോർമോൺസ് ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ചേച്ചി ഏറ്റവും ആദ്യം ഫോളോ ചെയ്ത ടിപ്സ്. ജിമ്മിൽ പോയി തന്നെ വർക്കൗട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് സ്ട്രിക്റ്റ് ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ വീട്ടിൽ നിന്നിട്ടാണെങ്കിൽ 15 മിനിറ്റ്സ് നിങ്ങൾ എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് വെയിറ്റ് കുറച്ചാൽ മതി കേട്ടോ. രണ്ടാമതായിട്ട് ഫോളോ ചെയ്തത് ഓവുലേഷൻ ഡേറ്റ് വരെ ദിവസവും ഗ്രാമ്പു വെള്ളം കുടിക്കുക എന്നുള്ളൊരു ടിപ്പാണ്. ഗ്രാമ്പു വെള്ളത്തിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചാനൽ ഫോളോ ചെയ്ത ഒട്ടുമിക്ക ആളുകൾക്കും ഇതുവരെ അറിയുന്നുണ്ടാകും. ഗ്രാമ്പു വെള്ളം ഫോളോ ചെയ്തിട്ട് ഒരുപാട് പേര്, ആയിരക്കണക്കിന് ആളുകളാണ് ഗ്രാമ്പു വെള്ളം ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയത് കേട്ടോ. ഓവുലേഷൻ ഡേറ്റ് വരെയാണ് നമ്മൾ ഗ്രാമ്പു വെള്ളം ഉപയോഗിക്കേണ്ടത്. ഒരു 4-5 ഗ്രാമ്പു എടുത്ത് നന്നായിട്ട് കഴുകി അതൊരു 1/2 ഗ്ലാസോ 1 ഗ്ലാസോ വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുക. അത് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചിട്ട് പിറ്റേ ദിവസം വെറും വയറ്റിൽ കുടിക്കുക എന്നുള്ളതാണ് ഈ ഗ്രാമ്പു വെള്ളത്തിൻ്റെ ടിപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓവുലേഷൻ ഡേറ്റ് വരെ ഇത് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നത് LH ഹോർമോണിൻ്റെയും FSH ഹോർമോണിൻ്റെയും വർക്കിംഗ് ശരീരത്തിൽ നന്നായിട്ട് ഉണ്ടാകുന്നതിനും സെർവിക്കൽ മ്യൂക്കസിൻ്റെ പ്രൊഡക്ഷനും ബ്ലഡ് സർക്കുലേഷനും നന്നായിട്ട് ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേര് ടിപ്സ് ഫോളോ ചെയ്തിട്ട് പ്രഗ്നൻ്റ് ആയിട്ടുണ്ട്. ദിവസവും വെറും ഓവുലേഷൻ ദിവസം വരെ മാത്രം വെറും വയറ്റിൽ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓവുലേഷന് ശേഷം ഗ്രാമ്പു വെള്ളം കുടിക്കേണ്ട ആവശ്യം ഇല്ല കേട്ടോ. ഗ്രാമ്പു വെള്ളം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദിജോസ് വേൾഡ് ക്ലോവ്സ് വാട്ടർ എന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോസ് ലഭിക്കുന്നതായിരിക്കും. അതനുസരിച്ചിട്ട് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. മൂന്നാമത് ഫോളോ ചെയ്തിട്ടുള്ളൊരു ടിപ്പാണ് ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അത്രയും ഉണക്കമുന്തിരിയും 2 അത്തിപ്പഴവും ചേർത്ത് വെള്ളത്തിലിട്ട് കുടിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഉണക്കമുന്തിരി നമ്മൾ എല്ലാവരോടും എടുക്കാൻ ഫോളോ ചെയ്യാൻ പറയുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഉണക്കമുന്തിരിയിൽ ഒരുപാട് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുണ്ട്. അയൺ, പ്രോട്ടീൻ, കാൽഷ്യം, മറ്റ് ആൻറ്റി ഓക്സിഡൻസ്, പൊട്ടാഷ്യം, ഫൈബർ, അമിനോ ആസിഡ്സ്, സോഡിയം, മാഗ്നീഷ്യം, കാർബോഹൈഡ്രേറ്റ്, വിറ്റമിൻ C, വിറ്റമിൻ D, E, സിങ്ക് തുടങ്ങിയവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഇതിൽ അടങ്ങിയിട്ടുള്ള L-അർജിനിൻ്റെ കണ്ടന്റ് നമ്മുടെ ഓവറീസിലോട്ടും യൂട്രസിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ ഇത് എടുക്കുന്നത് നിങ്ങളുടെ സെക്സ് ഡ്രൈവ് ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്.
കോണ്ടാക്ട് ചെയ്യുന്നതിന് 2-3 മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് എടുക്കുകയാണെങ്കിൽ സെക്ഷൽ പെർഫോമൻസ് നന്നായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം തന്നെ ഹോർമോൺസിന്റെ പ്രവർത്തനമെല്ലാം കൃത്യമായിട്ട് നടക്കുന്നതിനും PMSന്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അത് പ്രിവെന്റ് ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ സിയും ഫോളേറ്റും ഹെൽത്തി ആയിട്ടുള്ള എഗിന്റെ പ്രൊഡക്ഷനെയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ആഡിക്വേറ്റ് ആയിട്ടുള്ള ലെവലിൽ വെയിറ്റ് ബാലൻസ് ചെയ്യുന്നതിനും നമ്മുടെ ഡൈജഷനും ഇമ്മ്യൂണിറ്റിയും ഒക്കെ നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഈ ഉണക്കമുന്തിരി ഉപയോഗിക്കുന്നത് നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. ഉണക്കമുന്തിരി സെപ്പറേറ്റ് ആയിട്ടാണെങ്കിലും വെള്ളത്തിലിട്ട് കുതിർത്തി നമുക്ക് കുടിക്കാവുന്നതാണ്. നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കുക. പിറ്റേ ദിവസം ആ വെള്ളം ഉൾപ്പെടെ ഉണക്കമുന്തിരിയുമായിട്ട് കഴിക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇനി അത്തിപ്പഴം എടുക്കുമ്പോൾ കിട്ടുന്ന, അത് ഉണങ്ങിയ അത്തിപ്പഴം എടുക്കുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ സ്ത്രീകൾക്ക് അയേണും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒന്നാണ് ഈ ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഈസിലി അവൈലബിൾ ആണ്. ഉണങ്ങിയിട്ടുള്ള ആ ഒരു അത്തിപ്പഴം നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിൽ നിന്നെല്ലാം മേടിക്കാനായിട്ട് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. ഇത് 2 അത്തിപ്പഴമൊക്കെ എടുത്തിട്ട് നിങ്ങൾ വെള്ളത്തിൽ കുതിർത്തിയിട്ടിട്ട് ആ വെള്ളവും കൂടി ചേർത്ത് നിങ്ങൾ കുടിച്ചു കഴിഞ്ഞാൽ അത് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പലർക്കും സഹായിക്കുന്നുണ്ട്. ഇതിലടങ്ങിയിട്ടുള്ള കണ്ടൻസും അതുപോലെ തന്നെ അയേണും ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നു. നമ്മൾ ഈ ബ്ലഡ് സർക്കുലേഷൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരുപാട് പേർക്ക് അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് അറിയില്ല. കാരണം ഈ ശരീരത്തിലെ നമ്മുടെ ഓവറിയിലോട്ട്, അതായത് നമ്മുടെ അണ്ഡാശയത്തിലോട്ട് ഇത് വളരുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എത്തുന്ന എല്ലാ ന്യൂട്രിയൻസും നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും ഫോളിക് ആസിഡിന്റെ ഫോളേറ്റിന്റെ കണ്ടന്റ് അടങ്ങിയത് കഴിക്കുന്നുണ്ട്, അയേണിന്റെ കണ്ടന്റ് അടങ്ങിയത് കഴിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ അണ്ടം വളരാൻ വേണ്ടിയിട്ടുള്ളതും ഫെർട്ടിലൈസേഷൻ നടക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതായിട്ടുള്ള എല്ലാം നമ്മൾ കഴിക്കുന്നുണ്ട്. ഈ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം ഡൈജഷൻ നടന്നതിന് ശേഷം നമ്മളുടെ ശരീരത്തിലോട്ട് എത്തണമെങ്കിൽ അവിടെ ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് നടക്കണം. രക്തയോട്ടം കൃത്യമായിട്ടുണ്ടെങ്കിലേ അത് കുഞ്ഞിലോട്ട് എത്തുകയുള്ളൂ. അതിനു വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഈ ഡ്രൈ ഫിഗ് എന്ന് പറയുന്നത്. ഇത് കഴിക്കുമ്പോഴേക്കും ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. 2 അത്തിപ്പഴം നിങ്ങൾ കഴിച്ചാൽ മതിയാകും. ഉണക്കമുന്തിരി നമ്മൾ വെള്ളത്തിലിട്ട് കുടിക്കുന്നത് പോലെ തന്നെ 2 അത്തിപ്പഴം എടുത്തിട്ട് നിങ്ങൾ കുതിർത്തി വെള്ളത്തിലിട്ട് ആ ഒരു കുതിർന്ന് വന്നതിന് ശേഷം ഒരു 5-6 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ആ വെള്ളവും നിങ്ങൾ കുടിക്കുക. അതുപോലെ അത്തിപ്പഴവും നിങ്ങൾ കഴിക്കുക കേട്ടോ. അതും ഫെർട്ടിലിറ്റി വർദ്ധിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നവയാണ്. അടുത്തതായി ചേച്ചി ഉപയോഗിച്ചതായി പറഞ്ഞത് അശ്വഗന്ധയാണ് കേട്ടോ. അശ്വഗന്ധ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ്. നമ്മൾ കൂടുതലായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്ന ഒരാളാണ്. ഓവുലേഷൻ കഴിഞ്ഞിട്ട് എന്താവും ഏതാകും എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര സ്ട്രെസ്സിൽ കൂടെയാണ്, അല്ലെങ്കിൽ ലൈഫ് സ്റ്റൈലിലും നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് ഒരുപാട് സ്ട്രെസ് ഉണ്ടെങ്കിൽ ഈ സ്ട്രെസ് പ്രഗ്നൻസിയെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അശ്വഗന്ധ ഉപയോഗിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ കോർട്ടിസോൾ ലെവലിനെ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. കോർട്ടിസോൾ എന്ന് പറയുന്നത് നമ്മുടെ ഫെർട്ടിലിറ്റി, സെക്ഷൽ പെർഫോമൻസ്, സ്ലീപ്പ് ഇവയൊക്കെ അഫക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. സ്ട്രെസ് ഹോർമോണായ ഇതിന്റെ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ സ്ട്രെസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ നിങ്ങൾക്ക് അശ്വഗന്ധ ഉപയോഗിക്കുന്നതിലൂടെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൾ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അശ്വഗന്ധ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ലൂട്ടിയൽ ഫേസിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒന്നാണ് പ്രൊജസ്ട്രോൾ എന്ന് പറയുന്നത്. അതിന്റെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും തൈറോയിഡിന്റെ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും അശ്വഗന്ധ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. മെൻസ്ട്രേഷന്റെ ആ ഒരു സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിനും PMS സിംറ്റംസ് കൺട്രോൾ ചെയ്യുന്നതിനും അതുപോലെ PCODയുടെ സിംറ്റംസ് ഒക്കെ ഒന്ന് ഹാൻഡിൽ ചെയ്യുന്നതിന് വേണ്ടി റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഒപ്പം നിങ്ങളുടെ സെക്ഷൽ പെർഫോമൻസ് അല്ലെങ്കിൽ ലിബിഡോ ഇൻക്രീസ് ചെയ്യുന്നതിനും ലൂബ്രിക്കേഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടും അശ്വഗന്ധ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. തീർന്നില്ല, ഇനിയുണ്ട് ഗുണങ്ങൾ. ഓവറി ഹെൽത്ത് നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ടും FSH, LH, ഈസ്ട്രോജൻ എന്നീ ഹോർമോൺസിന്റെ പ്രവർത്തനം നന്നായിട്ടുണ്ടാകുന്നതിനും വേണ്ടിയിട്ട് ഇത് അശ്വഗന്ധ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ഇതിലെ ആന്റി ഓക്സിഡൻസും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസും നമ്മുടെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനും ഇത് ഉപയോഗിക്കുമ്പോൾ ഗുണങ്ങളുണ്ട്. സെക്ഷൽ ഡിസയർ വർദ്ധിപ്പിക്കുന്നതിനും ടെസ്റ്റോസ്റ്ററോണിന്റെ പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ടാകുന്നതിനും സ്പേം കൗണ്ടും മോട്ടിലിറ്റിയും അതുപോലെ ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും ഒക്കെ ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളും അശ്വഗന്ധ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്ത് നല്ല വയസ്സായിട്ടുള്ള ഒരു ഡിസിഷൻ ആണല്ലേ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ടിപ്സ് ഒക്കെ ഒരുപാട് നമ്മുടെ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അശ്വഗന്ധ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പാലിലോ വെള്ളത്തിലോ ചേർത്തിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. സ്ത്രീകൾ ഉപയോഗിക്കുന്നതിനോടൊപ്പം പുരുഷനും അശ്വഗന്ധ കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായി ഉപയോഗിച്ചതായി പറഞ്ഞത് കാസ്റ്റർ ഓയിലാണ്. ആവണക്കെണ്ണ നമ്മുടെ എല്ലാ പ്രത്യുൽപാദന അവയവങ്ങളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണ എന്ന് പറയുന്നത് ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുള്ളതാണ്. ഇത് നമ്മുടെ വയറിലെ കോശങ്ങളെ ഒക്കെ ഡിറ്റോക്സിഫൈ ചെയ്യുന്നതിനും നമ്മുടെ പെൽവിക്കിന്റെ പ്രവർത്തനവും ബ്ലഡ് സർക്കുലേഷനും ഒക്കെ നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിനും
കുടലിൻ്റെ ആരോഗ്യം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും ഫലോപ്പിയൻ ട്യൂബ് നല്ല ക്രിയാത്മകമായിട്ട് പ്രവർത്തിക്കുന്നതിനും മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ക്രാംസ് റിഡ്യൂസ് ചെയ്യുന്നതിനും ഒപ്പം ഓവറോൾ നമ്മുടെ ഫെർട്ടിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് ആവണക്കണ്ണ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഈ ആവണക്കണ്ണ ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ആവണക്കണ്ണ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവണക്കണ്ണ കുറച്ച് കട്ടിയായിട്ടുള്ള ഒരു ഓയിലാണ്. അതുകൊണ്ട് തന്നെ അത് ചെറുതായിട്ടൊന്ന് ആ ഹീറ്റൊക്കെ ഒന്ന് കൊള്ളിച്ച് അതൊന്ന് ലൂസ് ആക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതിനുശേഷം പൊക്കിളിൽ ഇറ്റിട്ട് കൊടുക്കാവുന്നതാണ്. ഒപ്പം നമ്മുടെ വയറിലും ചുറ്റുമായിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് ഒരു ഹോട്ട് ബാഗ് വെച്ചിട്ട് നിങ്ങൾ അതൊന്ന് മസാജ് പയ്യെ ഒന്നിങ്ങനെ ശരീരത്തിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാകുന്നതിനും വേഗത്തിൽ പ്രഗ്നൻസി കിട്ടാൻ വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വായിച്ചപ്പോൾ മനസ്സിലായി, ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും എന്തെല്ലാം ഗുണങ്ങൾ ഇതുവഴി കിട്ടിയിട്ടുണ്ടെന്നല്ലേ. ഓക്കെ, അപ്പോൾ മാക്സിമം അത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഓവുലേഷൻ ഡേറ്റ് വരെ കാസ്റ്റർ ഓയിൽ ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും. ഒരു തവണ ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും സ്റ്റോപ്പ് ചെയ്ത് കളയരുത്. കണ്ടിന്യൂസ് ആയിട്ട് 1-2 മാസം ഒക്കെ നിങ്ങളത് ഉപയോഗിക്കാനായിട്ട് നോക്കുക. ഈ ചേച്ചി കൃത്യമായിട്ട് 3 മാസം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ റിസൾട്ട് കിട്ടിയത്. അടുത്തതായിട്ട് നിങ്ങൾ ആ ചേച്ചി ഫോളോ ചെയ്തൊരു കാര്യം ഡെയിലി എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. 30 മിനിറ്റെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് ഫെർട്ടിലിറ്റി എക്സസൈസുകളായിട്ടുള്ള ബട്ടർഫ്ലൈ എക്സസൈസ്, ലെഗ് അപ്പ് ദ വോൾ എക്സസൈസ്, വാക്കിംഗ്, 8 വാക്കിംഗ്, മാലാസന വോക്ക് എക്സസൈസ്, പിജിയോൺ പോസ്, അങ്ങനെ ഒരുപാട് എക്സസൈസ് ഉണ്ട് കേട്ടോ. ഫെർട്ടിലിറ്റി എക്സസൈസ് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. ഒപ്പം തന്നെ ഫെർട്ടിലിറ്റി എക്സസൈസ് ദിജോസ് വേൾഡ് എന്ന് പറഞ്ഞ് യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫെർട്ടിലിറ്റി എക്സസൈസുകളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. നമ്മളെല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്നത്, ഒട്ടുമിക്ക ആളുകളും ഫോളോ ചെയ്യുന്നത് സെഡൻഡറി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ്. കൃത്യമായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനൊന്നും ശരീര അവയവങ്ങളിലോട്ട് നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. അതൊക്കെ ഒന്ന് നന്നായിട്ട് വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വേഗത്തിൽ ഓവുലേഷനും ഇംപ്ലാന്റേഷനും ഒക്കെ നടക്കാനായിട്ട് ഫെർട്ടിലിറ്റി എക്സസൈസുകൾ ഫോളോ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. ഈ ചേച്ചിക്ക് റിസൾട്ട് കിട്ടിയ മറ്റൊരു ടിപ്പ് അതാണ്. അടുത്തതായിട്ട് ഫോളോ ചെയ്തു എന്ന് പറഞ്ഞത് ഒന്നിടവിട്ട് ബീട്രൂട്ടിന്റെ ജ്യൂസ് ഉപയോഗിച്ചു എന്നുള്ളതാണ് കേട്ടോ. ബീട്രൂട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനും വേഗത്തിൽ പ്രഗ്നൻസി ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു വെജിറ്റബിൾ ആണ് കേട്ടോ. ബീട്രൂട്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം ഒരുപാട് ഗുണങ്ങൾ അതിലുണ്ട്. അതിന്റെ കളർ വെച്ചിട്ടൊക്കെ അയോണിന്റെ കണ്ടന്റ് കൂടുതലായിട്ടും ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഈ ബീട്രൂട്ടിൽ അടങ്ങിയിട്ടുള്ള നൈട്രിക് ഓക്സൈഡ് ബ്ലഡ് സർക്കുലേഷനൊക്കെ നന്നായിട്ടുണ്ടാകുന്നതിനും ബ്ലഡ് വെസൽസ് ഒക്കെ ഡൈല്യൂട്ട് ചെയ്തിട്ട് ആ ഒരു ഫ്ലോ കൃത്യമായിട്ടുണ്ടാകുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് കേട്ടോ. ഫൈബർ, ഫോളേറ്റ്, പൊട്ടാഷ്യം, വിറ്റമിൻ സി, അതുപോലെ മാംഗനീസ്, അയൺ, വിറ്റമിൻ B9 എന്നിവയെല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫെർട്ടിലിറ്റി ബൂസ്റ്റർ ആയിട്ടുള്ള ഒന്നാണ് ഈ ബീട്രൂട്ട് എന്ന് പറയുന്നത്. ഒപ്പം നമ്മുടെ ശരീരം ഡിറ്റോക്സിഫൈ ചെയ്തതിനും നമ്മുടെ ശരീരത്തിൽ നിന്ന് ടോക്സിൻസ് റിമൂവ് ചെയ്ത് കളയുന്നതിനും വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് നല്ല തിക്കണായിട്ട് വളരുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട്. പുരുഷന്മാർക്ക് കൗണ്ടും മോട്ടിലിറ്റിയും എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു സപ്പോർട്ടും ഇത് കൊടുക്കുന്നുണ്ട്. ഒപ്പം ഇതിലടങ്ങിയിട്ടുള്ള വിറ്റമിൻ സിയും വിറ്റമിൻ ഇയും ഹെൽത്തി ആയിട്ടുള്ള സ്പേമിന്റെ പ്രൊഡക്ഷനും ഇമ്മ്യൂണിറ്റി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട് കേട്ടോ. സ്ത്രീകൾക്കും പുരുഷനും ബീട്രൂട്ട് ജ്യൂസ് ആക്കിയിട്ട് കുടിക്കാം. അതല്ലെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ അതും ആഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. മാക്സിമം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ ആണിത്. കൃത്യമായിട്ട് എടുക്കാനായിട്ട് നോക്കുക. ഡെയിലി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഓൾട്ടർനേറ്റീവിലോ 2 ദിവസം കൂടുമ്പോഴോ ഇത് എടുക്കാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത് ഫോളോ ചെയ്തതായിട്ട് പറഞ്ഞത് ഡെയിലി കുറച്ച് നട്ട്സ് ഉപയോഗിച്ചു എന്നാണ് കേട്ടോ പറഞ്ഞത്. അത് ഞാൻ കൗണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഡെയിലി വിശക്കുമ്പോഴേക്കും 5 പിസ്ത, 6 സോക്ഡ് ആൽമണ്ട്, 4 ബ്രേസിൽ നട്ട് ഇങ്ങനെയാണ് എടുത്തതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പിസ്തയെ പറ്റിയിട്ടും ആൽമണ്ടിനെ പറ്റിയിട്ടും ബ്രേസിൽ നട്ടിനെ പറ്റിയിട്ടും ഞാനിനി സംസാരിക്കുന്നില്ല. കാരണം നിങ്ങൾക്കറിയാം ഒരുപാട് ബെനിഫിറ്റ് ഇതിലുണ്ട്. നിങ്ങളത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഫെർട്ടിലിറ്റിക്ക് വേണ്ടിയിട്ട് കിട്ടും. ഇവർക്ക് തന്നെ ഒരുപാട് ഗുണങ്ങൾ കിട്ടിയിട്ടില്ലേ. അതുകൊണ്ട് വിശക്കുന്ന സമയത്ത്, അതൊരു 11 മണി സമയമാണ് നിങ്ങൾക്ക് വിശപ്പ് വരുന്നതെങ്കിൽ ആ സമയത്ത് അല്ലെങ്കിൽ ഒരു ഈവനിങ് ടൈമിൽ സ്നാക്കായിട്ട് നിങ്ങളത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. വിശന്ന് ഭക്ഷണം കഴിച്ച് അതിൻ്റെ തൊട്ട് പിന്നാലെ എടുക്കണ്ട. ഒന്ന് വിശപ്പ് വരുന്ന ഒരു ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഗ്യാപ്പിൽ നിങ്ങൾക്ക് വിശക്കുന്നുണ്ടാവുമല്ലോ, ആ സമയത്ത് ഇത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. നല്ല ഗുണമുള്ളതാണ്. ഈ ചേച്ചിക്ക് റിസൾട്ട് കിട്ടിയിട്ടില്ല ഇത്രയും ടിപ്സ് ഫോളോ ചെയ്തിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. കൃത്യമായിട്ട് ഫോളോ ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഈ ചേച്ചിക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു പ്രഗ്നൻസി ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം.